ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു നോമ്പിന് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഇങ്ങനൊരു നോമ്പ് തുറൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് ശരപടേന്ന് മലപ്പുറത്ത് കോട്ടക്കുന്നിലൊരു നോമ്പ് തുറ സംഘടിപ്പിച്ചതാണ് കേട്ടോ. മാത്രമല്ല വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനിതിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ കഥ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ മുതൽ തുടങ്ങേണ്ടി വരും. ഇന്നലെ കാലിക്കറ്റ് നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 മക്കളുടെയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഉമ്മയും ഉപ്പയും, അങ്ങനെ ചെറിയൊരു നോമ്പ് തുറ. അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ ക്ഷീണമൊക്കെ അങ്ങ് ഉറങ്ങി തീർക്കുക എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഉറങ്ങി എണീറ്റപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിനി കിച്ചണിൽ കയറുന്നില്ല. അങ്ങനെ നോമ്പ് തുറക്കാൻ ഇന്ന് നമുക്ക് രണ്ടത്താണിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം പെട്ടെന്നായിരുന്നു. ഇപ്പം നമ്മളുടെ ഹൈവേൻ്റെ പണി ഏറെക്കുറെ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പോക്കും വരവും കുറച്ച് ഈസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണിയുടെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ വലിയൊരു JCB ഉണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഇനി ഡ്രെയിനേജിൻ്റെ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ വീടിൻ്റെ വഴി ബ്ലോക്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അവരത് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കാറ് ഹൈവേയിൽ നിർത്തിയിട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ നടന്നു പോയതാണ്. ശരിക്കും ഈ ഹൈവേ ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് കാലിക്കറ്റിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 hours എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഈ ഹൈവേ വന്നതിന് ശേഷം നമുക്കൊരു 35 to 45 മിനിറ്റ്സാണ് മാക്സിമം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാലും നമുക്ക് നമ്മളെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കുകയാണല്ലോ വേണ്ടിയത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള ഉമ്മാക്ക് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല കേട്ടോ ഉള്ളത്. നല്ല രീതിയിൽ ഡസ്റ്റും മാത്രമല്ല ആവശ്യത്തിലും അതിലേറെ സൗണ്ട് പൊല്യൂഷനും ഉണ്ട് വീട്ടിലേക്ക്. നമ്മൾ വീടൊക്കെ എത്ര വൃത്തിയാക്കിയിട്ടാലും രാവിലെ വൃത്തിയാക്കിയിട്ടാലും ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഫുൾ ഡസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളല്ല, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോണ്ട് JCBയുടെ പണിക്കാരൊക്കെ നമ്മളെ വീട്ടിൽ ഊഞ്ഞാലിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗമൊക്കെ ചിലപ്പോൾ ഇനി പൊളിക്കേണ്ടി വരും കേട്ടോ. അവർക്ക് ഡ്രെയിനേജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫുള്ള് പൊളിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഇതുപോലെ വലിയൊരു നോമ്പ് തുറ ഉണ്ട് എന്നുള്ളൊരു വിവരം അറിയുന്നത്. അങ്ങനെ നോമ്പ് തുറക്കുക അജുവിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ചുറോസ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അവളങ്ങനെ അതുണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു. ഇത് പെട്ടെന്നുണ്ടായൊരു പ്ലാനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് വലിയ ഓർഗനൈസൊന്നും ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഓക്കെയാണെന്ന് പറഞ്ഞു. എല്ലാവരും അവരവർക്ക് കഴിയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഉണ്ടായതാണ്. അപ്പോൾ ഉമ്മ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് തരിക്കഞ്ഞിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി നമ്മളിതേ കോട്ടക്കുന്നിലേക്ക് പോവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കറിയില്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന്. കാരണം ഞാൻ കോട്ടക്കുന്നിലൊക്കെ പോയിട്ട് കുറേ കാലങ്ങളായിരിക്കണം. പിന്നെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരെയും കാണാമെന്നുള്ള ആ ഒരു സന്തോഷം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ, ആൾക്കനുസരിച്ചും പിന്നെ പാർക്കിംഗ് ഫീയും. ഇതിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പാർക്കിങ്ങും അതുപോലെ ഹോട്ടൽസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാമഗ്രികളുണ്ട്. ഇവിടുത്തെ ഹോട്ടൽസിലും ബുക്ക് ചെയ്തവർക്ക് അവർ നോമ്പ് തുറക്കെ സെറ്റാക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഇഫ്താർ ബുക്കിങ്സ് അവിടെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ എന്നുള്ളത്. ഏറെക്കുറെ ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ചെറിയ മാമനാട്ടോ. അപ്പോൾ മാമൻ നേരത്തെ തന്നെ ഇവിടെ വന്ന് നമുക്ക് പറ്റിയിട്ടുള്ള സൂട്ടബിളായിട്ടുള്ളൊരു സ്പേസൊക്കെ മാമൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ മാമൻ. ഈ മാമൻ കാരണമാണ് ഇപ്പം നമ്മൾ ഇന്നിവിടെ നോമ്പ് തുറക്കാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ ഫാമിലീസ്, ചെറിയ ചെറിയ ഫാമിലീസും വലിയ വലിയ ഫാമിലീസും ഒക്കെ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് തുറക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 10 to 15 മിനിറ്റ്സ് ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ഈ ഒരു തരിക്കഞ്ഞിൻ്റെ ചെമ്പ് പിടിച്ച് ഞാൻ കുറേ നേരമായിട്ടോ നടക്കണേ.
പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു നോമ്പ് തുറക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യം ഉണ്ടാവുമല്ലോ. അതെല്ലാം നല്ല രീതിയിൽ തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നിലത്തെല്ലാവർക്കും വിരിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള പായ, അതുപോലെ വേസ്റ്റൊക്കെ ഇടാൻ ആവശ്യമായിട്ടുള്ള വലിയ വലിയ കവറുകൾ, പിന്നെ ടിഷ്യൂ പേപ്പർ, അതുപോലെ വെള്ളം, അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് സ്റ്റൂൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ വേറൊരു മാമനാട്ടോ, ഇതെൻ്റെ രണ്ടാമത്തെ മാമനാണ്, ഉമ്മാൻ്റെ ബ്രദറാണ്. ഇനി ഉമ്മാൻ്റെ ഒരു മൂത്ത ബ്രദറും കൂടെ ഉണ്ട്. ആൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നോമ്പ് തുറക്കാൻ അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശടപടയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കൂടാറ് നമ്മൾ പെരുന്നാളിനാട്ടോ. ഈദിന് ഓരോ ഈദും നമ്മൾ ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ 2 സമയങ്ങളിലാണ് നമ്മൾ കൂടാറ്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. എന്നാലും അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഞാനിവിടെ എത്തിപ്പെടാറില്ല ഈദിനല്ലാണ്ട്. പക്ഷേ ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം പ്രതീക്ഷിക്കാണ്ട് ഇങ്ങോട്ട് എത്തിയതിൻ്റെ വലിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. നല്ല അടിപൊളി തരിക്കഞ്ഞിയായിരുന്നു. എല്ലാവരും നല്ല തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. പലരും പല ഐറ്റംസുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി പ്ലേറ്റ്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൂട്ട്സും ഫ്രൈഡ് ഐറ്റംസും അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് നല്ലതെന്ന് എനിക്ക് അപ്പം തോന്നി. കാരണം നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരാൾ മാത്രം അല്ലെങ്കിൽ ആ വീട്ടുകാർ മാത്രം ഓടി 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 ശരിക്കും പറഞ്ഞാൽ രാത്രിയാകുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി. പക്ഷേ ഇതാവുമ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നോമ്പ് തുറയാവും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെയിൻ ഫുഡ് ബിരിയാണിയാണ്. അത് മാമനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, മാമൻ്റെ വകയായിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് ഒത്തുപിടിച്ചപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായി നിന്നാൽ ഇത്രയേ ഉള്ളൂ പണിയില്ലേ. എന്ത് അടിപൊളിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല പല ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ 2-3 ടൈപ്പ് സമൂസ ഉണ്ടായിരുന്നു, 2-3 ടൈപ്പ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. കാരണം പല വീടുകളിൽ നിന്നും വരുന്ന കട്ട്ലേറ്റും സമൂസയാണല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റും ആയിരുന്നു കേട്ടോ. തരിക്കഞ്ഞി തന്നെ നമുക്ക് 2 വിധം ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയതും പിന്നെ മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സേമിയൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ തരിക്കഞ്ഞി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ജോലി തരിക്കഞ്ഞി ഒഴിക്കലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ അജുനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ മൂവ് ചെയ്യണത്. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് നല്ല ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാങ്ക് തുറക്കാനായപ്പോഴത്തേക്കിനും എല്ലാ സാധനങ്ങളും ഇതുപോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മടി കാരണമാണല്ലോ ഇപ്പം ഞാനിവിടെ എത്തിയത്. ഇന്നലെ ചെറിയൊരു നോമ്പ് തുറ സംഘടിപ്പിച്ചപ്പോഴേ ഞാൻ ഭയങ്കര ടയേർഡായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നിനി കുക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരെ കാറ് കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇതുപോലെ വലിയൊരു നോമ്പ് തുറൻ്റെ ഭാഗമാവാനും പറ്റിയത്. എന്തായാലും അൽഹംദുലില്ലാ നല്ല അടിപൊളി നോമ്പ് തുറ ആയിരുന്നു. ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതും അതുപോലെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ചെറിയ മാമനാണ്. മാമനെ ഞാൻ കുഞ്ഞിപ്പ എന്നാണ് വിളിക്കുക. ഞാനല്ല, എല്ലാവരും കുഞ്ഞിപ്പ എന്ന് തന്നെ വിളിക്കുക. അപ്പം കുഞ്ഞിപ്പനോട് സ്പെഷ്യലായിട്ട് പറയാണ് ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ. പഠിച്ചവൻ എല്ലാവിധ ബർക്കത്തും റഹ്മത്തും ഒക്കെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു, റാഹത്തായിട്ട് നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. അങ്ങനെ നമ്മളെല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ സ്റ്റൂളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രണ്ടാമത്തെ മാമനാണ്. മാമൻ്റെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഗാവയാണ്. ഇതൊക്കെ ഉമ്മൻ്റെ സിസ്റ്റേഴ്സ്, അതായത് എൻ്റെ മൂത്തമ്മമാരും പിന്നെ അമ്മായിയൊക്കെ ആണ് കേട്ടോ. ശരിക്കും ഇതിപ്പോൾ നമ്മളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയതുകൊണ്ട് ചിലർ ആ സമയത്ത് അവിടെ ഇല്ല, ചിലർക്ക് അന്ന് വരാനുള്ള ഇൻകൺവീനിയൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ പേരില്ല കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഫാമിലി മൊത്തം ഒത്തുകൂടാറ് ഈദിനാണ്. അങ്ങനെ വളരെ റാഹത്തായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു നോമ്പ് തുറന്നു. 2 ഫാമിലീസ് ഇനിയും എത്താനുണ്ട്, അവരെ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇരുട്ടായി കഴിഞ്ഞാൽ വീഡിയോ ക്ലാരിറ്റീൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ
അതിനുശേഷം ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാളും ഓൺ ദി വേ ആണെന്ന്. ഇവരായിരുന്നു കേട്ടോ അത്. ഇത് ഉപ്പാടെ ബ്രദറാണ്, എളാപ്പാണ്. ഞാൻ കുഞ്ഞിപ്പാന്നാണ് വിളിക്കുക, കുഞ്ഞിപ്പയും അതുപോലെ എളീമയും. പിന്നെ ഉമ്മാൻ്റെ മൂത്ത ബ്രദറുണ്ട്, നമ്മൾ ബാവാക്കാന്നാണ് വിളിക്കുക. ബാവാക്കയും അമ്മായിയും, ഇവർ രണ്ടുപേരായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവരെ വേണ്ടുവോളം സൽക്കരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് മഗ്‌രിബ് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.